അപ്പോൾ നമുക്ക് ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണാൻ പറ്റും. കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞിടത്ത് അവിടെ ഒന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കമ്മ്യൂണിറ്റി വന്നു, ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പേര് കൊടുക്കാം. ഒരു പേനയും പുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരോട്ട് പോയി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ഈസി ആയിരിക്കും കേട്ടോ. ഈ സ്ക്രീനിൽ നമുക്ക് ഫോട്ടോ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രൊഫൈൽ എഴുതാം. ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി എന്തിനാണ് ഉദ്ദേശിക്കണേന്നുള്ളത് ഇപ്പം നമ്മുടെ പ്രോഡക്റ്റുകളെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് വെക്കാൻ പറ്റും. അതിന് ശേഷം ഈ പച്ച കളറിലെ ആരോയിലേക്ക് ഒന്ന് ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. കമ്മ്യൂണിറ്റിയും ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഒരു മെസ്സേജ് എല്ലാവർക്കും പേഴ്സണലായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ഈ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കണമെങ്കിലും ഗുഡ് നൈറ്റ് അയക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ മാറ്റേഴ്സ് പോസ്റ്റേഴ്സ് അയച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്കിതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്തോളും, അത് എല്ലാവരിലേക്കും എത്തിച്ചോളും. അതിനാണ് ഈ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനുള്ളത്. കണ്ടോ, അതിൽ നമുക്ക് ആരൊക്കെ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ആരെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് കൊടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യും. ഇതുപോലെ നമുക്ക് നമ്മുടെ ടീമിലത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ കസ്റ്റമേഴ്സിനെ, നമ്മുടെ ലീഡ്സുകളെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പോസ്റ്റർ വയ്ക്കുകയാണെങ്കിലും വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിലും മസ്റ്റായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കണം. അതിലൊരു ദേഷ്യം കാണിക്കേണ്ട, നമ്മുടെ ആ നമ്പർ കൊടുത്തിരിക്കണം. അവർ എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ഈ പോസ്റ്റർ എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ അവർക്ക് ലഭ്യമാകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച്, അതായത് വാട്സപ്പ് മീഡിയയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുക. അതിലിപ്പോൾ അഡ്വാൻസ്ഡായിട്ട് ഇപ്പോൾ 100 ലീഡ് 500 ലീഡ് അങ്ങനെയൊക്കെ വരും. ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും തിരിച്ചു വിളിക്കുക അല്ലെങ്കിൽ ഓർഡർ അങ്ങനെ ഫോൺ ചെയ്തിരിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാട്ടി എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൻ്റെ ഒരു ഓട്ടോമേഷൻ ഉണ്ട്, വാബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ലീഡുകളൊക്കെ വരുന്നത് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അത് ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു അൽഗോരിതമാണ് അതിൽ വർക്ക് ചെയ്യണത്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ അപ്പോൾ പാർട്ടികൾക്ക് ക്ലയൻസിന് കൊടുത്ത് അവരെ ക്ലോസ് ചെയ്ത് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കൽ വരെ ഈ സോഫ്റ്റ്വെയറുകൾ ചെയ്തോളും. അത് കൂടുതൽ ലീഡ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആവശ്യം വരിക. വാട്ടിയും വാബീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് AI ടൂൾസ് ഉണ്ട്. നമുക്കതൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞെങ്കിൽ. ഇതിലേക്ക് ആഡ് മെമ്പേഴ്സ് ചെയ്യണ പോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്, ആഡ് ഗ്രൂപ്പ് ചെയ്യാം. ഏതാണ് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഡിജിറ്റൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണെങ്കിൽ അത് ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകൾ ആഡ് ചെയ്യാനും ഇതിൽ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ റൂമിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും
നമുക്ക് ഇവിടെ ഈ ഒരു എഡിറ്റ് കമ്മ്യൂണിറ്റി ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയത് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ എഡിറ്റ് കമ്മ്യൂണിറ്റി എടുത്തിട്ട് അത് ചെയ്യാം. പിന്നെ കമ്മ്യൂണിറ്റിയുടെ സെറ്റിങ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ എല്ലാ മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണ്ട, എനിക്ക് അഡ്മിന് മാത്രം കണ്ടാൽ മതി, അതായത് ഹോസ്റ്റ് മാത്രം കണ്ടാൽ മതി, ക്ലയൻസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഹൂ ക്യാൻ ആഡ് ന്യൂ മെമ്പേഴ്സ്. അപ്പോൾ അത് ഓൺലി അഡ്മിന് മാത്രമാണ് പുതിയ ആൾക്കാരുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഹൂ ക്യാൻ ആഡ് ന്യൂ ഗ്രൂപ്പ്, എല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ എല്ലാവർക്കും ആൾക്കാരെ കയറ്റാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും, ഓൺലി കമ്മ്യൂണിറ്റി അഡ്മിൻ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് മാത്രമേ ഇതിലേക്ക് ആൾക്കാരുകളെ ജോയിൻ ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനായിട്ടുള്ളത്. പിന്നെ ഈ കമ്മ്യൂണിറ്റി നമുക്ക് വേണ്ട എന്നൊക്കെയാണെങ്കിൽ എക്സിറ്റ് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റി നിന്ന് പൊക്കോളും. ഇനിയിപ്പോൾ അതിനെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടാൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മിനെ വേറെ നമ്പറിലേക്ക് ഇപ്പോൾ ബിസിനസ് വാട്സപ്പ് ഉണ്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് വാട്സപ്പ് നമ്പറിനെ നമുക്ക് ഹോസ്റ്റ് ആക്കാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാത്തിലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, മോർ ഗ്രൂപ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പുകളെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തിടാൻ പറ്റും. നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകാർക്കൊക്കെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഗ്രൂപ്പ് ആഡ് ചെയ്യലും അതോടൊപ്പം തന്നെ എല്ലാത്തിനും നമ്മൾക്ക് തന്നെ അഡ്മിനായിട്ട് നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ആർക്കും നമുക്ക് അതിനുള്ള അതോറിറ്റി കൊടുക്കാണ്ട് നമുക്ക് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഒറ്റ തലക്കെട്ടിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് അവരെല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബിസിനസ് വാട്സപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ നമ്മുടെ ഹോസ്റ്റായിട്ട് നമുക്ക് അഡ്മിനാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് ബിസിനസ് വാട്സപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഏരിയ ആണ്. അടുത്ത ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം. അതിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജുകൾ, അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഹായ് എന്ന് ഒരു ആൾ വന്നിട്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് ലീഡ്സ് വരിക, അങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ലീഡ്സ് വരിക. അപ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മൾ എന്താണ് ചെയ്യണത്, നമ്മുടെ ബിസിനസ് എന്താണ്, ഇന്നതാണ് നമ്മുടെ ഒരു ഡ്രസ്സിൻ്റെ ആണ് ബിസിനസ് എന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ആണ് വിവരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, ഒരു വെയിറ്റ് ലോസിനെ പറ്റിയിട്ടാണെങ്കിൽ വെയിറ്റ് ലോസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഡയറ്റ് പ്ലാൻ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഏത് കാര്യങ്ങൾ, ഇപ്പോൾ പ്രിൻറ്റിങ് ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എല്ലാതും അവിടെ റെഡിമെയ്ഡ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവർ അത് കാണുമ്പോൾ അവരതിൽ ഓക്കെ ആണ്, അവരുദ്ദേശിച്ച കാര്യം തന്നെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു വോയിസ് രൂപത്തിൽ നമുക്ക് ചെയ്തു വയ്ക്കാം. ഒരു വോയിസ് ഉണ്ടാക്കി വെച്ചാൽ ഒത്തിരിയും കൂടി അവർക്കൊരു സ്വീകാര്യതയായിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ ഞാൻ ഇന്ന കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കോമൺ ആയിരിക്കുമല്ലോ, ആ കാര്യം നമ്മൾ വോയിസ് രൂപേണ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വോയിസ് രൂപേണ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നമ്മളെ. അത് നല്ല സ്കില്ലോട് കൂടിയിട്ട് നമ്മളൊരു വോയിസ് തയ്യാറാക്കി വെക്കണം. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ കാറ്റഗറിയിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വില കൊടുക്കാം. അതിലൂടെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുകളുണ്ടായിരിക്കും. കാറ്റഗറി നോക്കിയിട്ട് തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പേയ്മെൻറ്റൊക്കെ നമ്മുടെ ഒരു ഗൂഗിൾ പേയുടെ ഒരു QR കോഡോ അതിൻ്റെ ഒരു ലിങ്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ പേയ്മെൻറ്റൊക്കെ, അതൊക്കെ പാസീവായിട്ട് നടക്കുന്ന ബിസിനസ്സുകളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ വാട്സപ്പ് ബിസിനസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം. ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. എന്നോട് ചോദിച്ചാൽ മതി. ഞാനിപ്പോൾ ഷെയർ സ്ക്രീൻ ഓഫാക്കി ഇടാണ്.